സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ജഗദീഷ് പിന്മാറിയത് ഒരു വനിത വരട്ടെ എന്നുള്ളൊരു നിലപാടിലാണ്. പക്ഷേ ശ്വേതാ മേനോനെ അതിലേക്ക് കൊണ്ടുവരാൻ അതിലുള്ള വനിതകൾ ഉൾപ്പെടെ തടസ്സം നിൽക്കുകയാണ്. ഏതോ സിനിമയിൽ അഭിനയിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ അശ്ലീലമുണ്ടെന്ന് പറഞ്ഞ് കേസെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നു. എന്താണിത് സൂചിപ്പിക്കുന്നത്? ഇതിപ്പോ സിനിമയിൽ അഭിനയിക്കുന്നത് സംവിധായകർ പറയുന്നതനുസരിച്ചല്ലേ നടീനടന്മാർ അഭിനയിക്കണത്, അതിന്റെ കഥക്കനുസരിച്ചും. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ അഭിനയിക്കാൻ പാടില്ല. തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ പൂർണ്ണമായും മോഹൻലാലിന്റെ ഒരു നഗ്നനായിട്ടുള്ള ഒരു സീനുണ്ട്. ഇനി ഈ രാജ്യത്തെ പല സിനിമകളിലും എങ്ങനെയാണ് നടന്മാര് നടന്മാരൊക്കെ ഫുള്ള് ഇതിലായിരിക്കും, പക്ഷെ സ്ത്രീകളെ നഗ്നരായിട്ട് കാണിച്ചിട്ടാണ് പലരും പല സിനിമകളും എടുക്കുന്നത്. പക്ഷെ അതല്ലല്ല അതിന്റെ ഒരു ഒരു ഡയറക്ടർ പറയുന്നതനുസരിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നതല്ലല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അതായത് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു നമ്മുടെ ജഗദീഷ് അമ്മയുടെ തലപ്പത്തേക്ക് വരേണ്ട ഒരാളായിരുന്നു. അപ്പൊ ജഗദീഷിന്റെ അടുത്ത് മോഹൻലാലും മമ്മൂട്ടിയും പിന്മാറാൻ പറഞ്ഞ് ഒരു വനിത മത്സരിക്കട്ടെ എന്ന നിലയിൽ പറഞ്ഞതാ. പക്ഷെ അതിൻ്റെ ഇടയിൽ അതൊന്നും കേൾക്കാതെ ദേവൻ എന്ന് പറയുന്ന ഒരാളെ അവിടെ കൊണ്ടുവരികയും ദേവനും ശ്വേതയായിട്ട് മത്സരത്തിലേക്ക് വരികയും ചെയ്തു. അപ്പൊ ജഗദീഷും കൂടി മത്സരത്തിൽ ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ ജഗദീഷിനെ മത്സരത്തിൽ നിന്ന് പിൻമാറ്റിച്ചിട്ട് ശ്വേതനെ ജയിപ്പിക്കാം എന്ന നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ദേവൻ അവിടെ ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാതെ ക്യാമ്പയിനിലായിട്ട് പോവുകയാണ്. അപ്പൊ ദേവൻ ഒരു സ്ത്രീ ഒരു കാരണവശാലും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരരുത് എന്ന് പറയുന്ന രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ് ദേവൻ എന്നാണ് ദേവന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാത്തതിലൂടെ അദ്ദേഹം അത് കാണിച്ചത്. അത് മാത്രമല്ല, സ്ത്രീ ഒന്നും ഭരിച്ചാൽ ശരിയാവില്ല എന്ന നിലയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ട് കൂടിയാണ് അതിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു മര്യാദയെങ്കിലും കാണിക്കുന്നത്. കാരണം ജഗദീഷിനെ പോലൊരാളെ പിൻവലിപ്പിച്ചതിന് ശേഷം ദേവൻ അതിൽ തുടരുക എന്ന് പറയുന്നത് തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. യുനാനിമസ് ആയിട്ട് ശ്വേത മേനോനെ ആരാണോ വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു അവരെ തിരഞ്ഞെടുക്കുക. ഇനി മത്സരം വന്നോട്ടെ, അത് കുഴപ്പമില്ല. കാരണം മത്സരം വന്നപ്പോൾ വനിതയെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടായി ശ്വേതാ മേനോൻ വോട്ട് ചെയ്ത ദേവൻ തോക്കുമല്ലോ. അല്ല, അങ്ങനെ കാണണമെന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു 2 വനിതകൾ മത്സരിച്ചോട്ടായിരുന്നല്ലേ. അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. 2 വനിതകൾ അവർക്ക് മത്സരിപ്പിക്കാമായിരുന്നില്ല. വനിതകളെ വേറെ വനിതാ സ്ഥാനാർത്ഥികളെയും കൊടുത്തില്ല. എല്ലാവരും ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ശ്വേതാ മേനോനെ കൊണ്ടുവരും ചെയ്യും. പക്ഷെ ഈ കേസ് കൊടുപ്പിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ പക്ഷെ ഒരു തരത്തിലും ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഏതൊരു സിനിമയിലോ നാടകത്തിലോ അവർ അഭിനയിക്കുന്നത് നോക്കി ഒരു ആളുടെ വ്യക്തിത്വത്തെ സ്വീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി അവര് പൂർണ്ണമായും ഞാൻ പറയട്ടെ വേറെ നിലയിലേക്ക് നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ? അവരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ സ്വീകാര്യമായിട്ടുള്ള ഒരു ആളാണോ? ഈ സംഘടനയുടെ സ്ത്രീകളുടെയും ഇപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ ഒരു ബേസ് എവിടെന്നാ? ബേസ് എന്ന് പറയുന്നത് നടി ആക്രമിച്ച സംഭവം. ഈ നടി ആക്രമിച്ച സംഭവത്തിൽ ഇന്നേ വരെ ഈ AMMA എന്ന് പറയുന്ന ഈ സംഘടന ഒരു അഭിപ്രായവും ഇതുവരെ പറഞ്ഞിട്ടില്ല. AMMA എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ച് അവര് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഏത് നടിക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ നടിക്ക് അനുകൂലമാണ് എന്ന് വെറുതെ പറയുന്നതല്ലാതെ ഒരു സഹായവും ഇതുവരെ ചെയ്തിട്ടില്ല. 65 ലക്ഷം രൂപ ആ പെൺകുട്ടി ആ കേസ് നടത്താൻ വേണ്ടി മാത്രമായിട്ട് ചെലവഴിച്ചു. ഇനിയും ആ കേസിന്റെ ഘട്ടങ്ങൾ പലതും ഉണ്ടാവും. സാമ്പത്തികമായി ഒരു സിനിമ കൊടുക്കാതിരിക്കാൻ ഇപ്പോഴും ഈ പറഞ്ഞ പ്രതിയുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ അഭിനയിക്കുന്ന മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ പൃഥ്വിരാജോ ആർക്കെങ്കിലും, പൃഥ്വിരാജൊക്കെ വലിയ ഫ്രണ്ടായിരുന്നു ഈ പറഞ്ഞ നടിയുടെ. ഒരു സിനിമയില് നായികയായിട്ട് അന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി. അതിനുശേഷം പൃഥ്വിരാജ് തന്നെ നിർമ്മിച്ച എത്ര സിനിമ ഉണ്ടായിരുന്നു, അതിലൊന്നും ആ പെൺകുട്ടീനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ആള് തയ്യാറായില്ല. അപ്പൊ അവരൊക്കെ അവരുടെ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. IFFK അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് നടിയെ കൊണ്ടുവന്ന് അവിടെ വലിയ ഷോ സിനിമ കോൺക്ലേവ് ഉണ്ടായിട്ട് അതിലൊന്നും പങ്കെടുപ്പിക്കുകയോ അന്ന് ഇതുപോലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ IFFKയുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഫെസ്റ്റിവലിൽ ഈ ആക്രമിക്കപ്പെട്ട അതിജീവിത കൊണ്ടുവന്ന്
അവിടെ വലിയൊരു സീനുണ്ടാക്കി. സീനുണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അന്നത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്ത് പിറ്റേ ദിവസം ദിലീപിനെ പോയി ആദരിക്കുകയും ചെയ്തു. കാരണം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അതെ, അല്ല അതല്ല, അയാൾക്ക് ആ സ്ഥാനം കൊടുത്തത് തന്നെ ശരിയല്ല. കാരണം ഇപ്പൊ അയാൾക്കെതിരെ കേസ് വന്ന് ഇപ്പൊ അത് ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് സാങ്കേതിക കാരണം കൊണ്ടാണ്. പക്ഷെ അയാളെ സംബന്ധിച്ച് അയാൾ എന്നും ദിലീപിനോടൊപ്പമായിരുന്നു. ദിലീപിനെ ജയിലിൽ പോയി കണ്ട ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അതുപോലുള്ള ആളുകളാണ് ഇതിന്റെ തലപ്പത്തെല്ലാം ഇരിക്കുന്നത്. ഞാൻ അന്ന് മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നു. ഇവര് നടിക്കൊപ്പമാണ് എങ്കിൽ കോടതിയിൽ വന്ന് മൊഴി പറയുമ്പോൾ ശരിയായ രീതിയിൽ മൊഴി പറയണ്ടേ? ഈ AMMയുടെ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ആ പെൺകുട്ടിക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ AMM എന്ന് പറഞ്ഞ സംഘടന SH അതിന്റെ ലീഡേഴ്സ് ഈ പെൺകുട്ടിക്ക് അനുകൂലമായ ഒരു നിലപാടും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ നോക്കൂ, കോൺക്ലേവ് നടന്നു എന്ന് പറയുന്നത് എത്രമാത്രം നമ്മൾ അതിനെ വിമർശിക്കുകയും സ്ട്രഗിൾ ചെയ്യുകയും കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൺക്ലേവ് കുറെ പണം ചെലവഴിച്ച് ചെയ്തു. പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആവശ്യം ഒരു നിയമനിർമ്മാണമായിരുന്നു. ആ നിയമനിർമ്മാണത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ട. ആ കോൺക്ലേവിന് എത്ര രൂപ ചെലവായി എന്ന് സർക്കാർ ഒന്ന് പുറത്തുവിടേണ്ട കാര്യമാണ്. ഈ സർക്കാർ ഇത്രയും പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുക വഴി എത്ര രൂപ ചെലവായി? ഈ കോൺക്ലേവ് ഇല്ലാതെ തന്നെ ഇത് ആളുകളുമായിട്ടുള്ള സംവാദങ്ങളിലൂടെ ഈ നയരൂപീകരണം, ഇപ്പം എല്ലാവരും നയരൂപീകരണം എല്ലാം ചെയ്യുന്നത് ഓൺലൈനിലൂടെ അഭിപ്രായം സ്വീകരിച്ചാൽ, സെൻട്രൽ ഗവൺമെൻറ് പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു നിയമനിർമ്മാണത്തിൻ്റെ കരട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിട്ട് രാജ്യത്തെ എല്ലാ ആളുകൾക്കും അതിൽ അഭിപ്രായം പറയാനും അതിനാവശ്യമുള്ള സാധനങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നടന്നു പോകുന്ന ഒരു കാര്യം. അപ്പോൾ പീഡിപ്പിക്കുന്നവരും പീഡിപ്പിക്കപ്പെട്ടവരും ഒരുമിച്ചിരുന്നുള്ള ഡിസ്കഷനാണ് ഈ കോൺക്ലേവിൽ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വന്നതും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. എനിവേ, അതിനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ AMMയുടെ തെരഞ്ഞെടുപ്പിൽ ഇവർക്കൊക്കെ നിലനിൽക്കുന്ന പുരുഷൻ നമുക്ക് കണ്ടറിയണം ശ്വേതാ മേനോൻ ജയിക്കില്ല എന്നുള്ളത്. കാരണം ജഗദീഷിനെ പിൻവലിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നിരിക്കും അവരുടെയൊക്കെ ലക്ഷ്യം. ഇപ്പം ഈ മത്സരത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല ശ്വേതാ മേനോന് എതിരായിട്ട് ഒരു വലിയ വിങ് വന്നതുകൊണ്ട് തന്നെയാണ് ഒരാളുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് കൊടുത്തത്. ഈ കേസിന് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ അവിടെ ശ്വേതാ മേനോന് എതിരായിട്ടുള്ള ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എത്ര ആളുകൾ ഇപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ ഈ പുരുഷാധിപത്യ സംവിധാനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾ തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം പുരുഷന്മാർക്ക് എതിരായിട്ടാണ് നമ്മൾ പറയാം പുരുഷാധിപത്യം എന്ന്. ഈ പുരുഷാധിപത്യത്തിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളെയാണ് ഇതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതും കൂടി നമ്മൾ കാണണം. അപ്പം എത്ര പേര് ശ്വേതാ മേനോന് വോട്ട് ചെയ്യുന്നു ആ സ്ത്രീ തന്നെ ആയിരിക്കും. ജഗദീഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിനെ ഒഴിവാക്കുക മാത്രമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെങ്കിൽ വീണ്ടും ഈ AMM പിളർപ്പിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.